Hello everyone. Welcome to Scholars Hub. So today we are going to discuss Block 5, Unit 3, and in this block we are going to study a novel. Okay, Introduction to Novel എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ ഒരു നോവൽ പോലും പഠിച്ചിട്ടില്ല. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ നോവൽ. ഒരു റിയൽ നോവലാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആ ഒരു നോവലിൻ്റെ പേരാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്, റിട്ടൺ ബൈ ജെയിൻ ഓസ്റ്റൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ജെയിൻ ഓസ്റ്റൺ എന്ന് പറയുന്ന റൈറ്ററെ കുറിച്ച്. ഞാൻ റൊമാൻറ്റിക് ഏജിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു റൈറ്ററാണ് ജെയിൻ ഓസ്റ്റൺ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരെഴുതിയ അവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോവലാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്. ഒരുപാട് യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു നോവൽ കൂടിയാണ്. അപ്പോൾ എന്താണ് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്? ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കുക. പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക, അഭിമാനം ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. സ്വന്തം ജാതിയോ അല്ലെങ്കിൽ സ്വന്തം പണത്തിൻ്റെ പേരിലൊക്കെ അതിങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്ന ആളുകളുണ്ടാവും. അവരെയാണ് പ്രൈഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് പൊങ്ങച്ചം കാണിച്ച് നടക്കുന്ന ആളുകൾ, ഭയങ്കര വമ്പ് പറയുന്ന ആളുകൾ, ഇത്തരം ആളുകളെയാണ് നമ്മൾ പ്രൈഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. പ്രെജുഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവിധി അല്ലെങ്കിൽ മുൻധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാളെ കണ്ടു, വി മീറ്റ് സമ്മൺ ആൻഡ് അവരുടെ ആ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കണം ഇയാളൊരു മോശപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ലുക്കും സൗന്ദര്യമൊക്കെ കണ്ടിട്ട് നമ്മൾ തോന്നുകയാണ് ഇയാൾ നല്ലൊരാളാണ്. ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, മുൻവിധി അല്ലെങ്കിൽ മുൻധാരണ എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും അയാളെ സ്വഭാവം ഒന്നും അറിയില്ല, പക്ഷേ നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് ഇയാൾ നല്ലവനാണ് അല്ലെങ്കിൽ ഇയാൾ മോശമാണ് എന്നൊക്കെ, അയാളെക്കുറിച്ച് നേരിട്ട് അറിയാതെ. ഇത്തരം ആ ഒരു ചിന്തയാണ് നമ്മൾ മുൻവിധി അല്ലെങ്കിൽ പ്രെജുഡീസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ ഒരു നോവലിൽ പഠിക്കാൻ പോകുന്നതും ഈ ഒരു പ്രെജുഡീസും പ്രൈഡും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ട്, എലിസബത്ത് ആൻഡ് ഡാസി. ഇവർ രണ്ടുപേരാണ് ഈ രണ്ട് പ്രൈഡിൻ്റെയും പ്രെജുഡീസിൻ്റെയും ആളുകൾ. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസവും ഇത് കാരണം ഉണ്ടാകുന്ന ട്വിസ്റ്റും ടേണും ഒക്കെയാണ് നമ്മൾ ഈ ഒരു നോവലിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ പ്രധാനമായിട്ടും പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് പഠിക്കുന്ന സമയത്ത് റൊമാൻറ്റിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. അതായത് ക്ലാസ് സ്ട്രഗിള്, വലിയവൻ ചെറിയവൻ, മുതലാളിമാർ, കുറച്ച് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ. ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ മുതലാളിമാരാവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണുന്ന കാലഘട്ടം കൂടിയാണത്. എങ്ങനെയെങ്കിലും അവരെ ഒരു വലിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ചയക്കുക, അതുവഴി നമ്മൾ സമ്പന്നരാകുക, അല്ലെങ്കിൽ ഒരു മെയിൽ ഡോമിനൻസിൻ്റെ കാലഘട്ടം, പുരുഷന്മാർക്ക് ഒരു പുരുഷാധിപത്യത്തിൻ്റെ കാലഘട്ടം കൂടിയാണ് റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന, ആ ഒരു കാലഘട്ടം വരച്ച് കാണിക്കുന്ന ഒരു നോവൽ കൂടിയാണ് ഏത്, പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളൊരു ഇൻട്രൊഡക്ഷനായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് നോക്കാം എന്താണ് ഇൻട്രൊഡക്ഷൻ, ആരാണ് ജെയിൻ ഓസ്റ്റൺ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാം. ജെയിൻ ഓസ്റ്റൺ ഈസ് 1775 to 1817 was one of the most famous English novelists of the 19th century. She was born in Steventon, Hampshire, England, into a close-knit family. നിങ്ങളതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. Her novels are known for wit, irony and social commentary. വിറ്റ് നല്ല ഭാഷയായിരുന്നു, ഐറണി ദ്വയാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു, സോഷ്യൽ കമൻട്രി സൊസൈറ്റീനെ കുറിച്ചായിരുന്നു കൂടുതൽ സംസാരിച്ചിരുന്നത്. ഓസ്റ്റൺ ഒബ്സർവ്ഡ് ദ മാനേഴ്സ്, മോറൽസ് ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് പീപ്പിൾ ഇൻ ഹെർ സൊസൈറ്റി, എസ്പെഷ്യലി എമംഗ് ദ മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ്. ഈ ഒരു റൈറ്ററിൻ്റെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്തായിരുന്നു, അവർ ഈ അപ്പർ ക്ലാസിൻ്റെയും ലോവർ ക്ലാസിൻ്റെയും മാനേഴ്സ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ധാർമ്മികത, മോറൽസ് എന്താണ്, അവരെങ്ങനെയാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്, ആ പൊങ്ങച്ചവും കാര്യങ്ങളൊക്കെയാണ് അവൾ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. ഹെർ റൈറ്റിംഗ് റിഫ്ലെക്ട്സ് കീൻ ഇൻസൈറ്റ് ഇൻ ടു ഹ്യൂമൻ നേച്ചർ ആൻഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് മിക്കവാറും ഒരു 90% ഇതിൽ നിന്നൊരു എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എസ്സേ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ ഒരു എസ്സേയുടെ ആദ്യത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ അതുകൊണ്ടൊന്ന് നന്നായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഹെർ റൈറ്റിംഗ് റിഫ്ലെക്ട്സ് കീൻ ഇൻസൈറ്റ് ഇൻ ടു ഹ്യൂമൻ നേച്ചർ. അതായത് മനുഷ്യൻ്റെ ആ ഒരു നേച്ചറിലേക്ക് ഭയങ്കരമായിട്ട് ഇൻസൈറ്റോട് കൂടി എഴുതിയ ഒരു വ്യക്തി കൂടിയാണ് ആര്, ജെയിൻ ഓസ്റ്റൺ. ആൻഡ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. മനുഷ്യൻ്റെ റിലേഷൻഷിപ്പിലുള്ള ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാവും.
ഭയങ്കര പ്രശ്നമാണ് മനുഷ്യൻ്റെ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും അച്ഛനമ്മ ബന്ധമാണെങ്കിലും ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയ ഒരു റൈറ്ററാണ് ഓസ്റ്റൺ എന്നാണ് പറയുന്നത്. ഹർ നോവൽ ഫോക്കസ് ഓൺ ലവ്, മാരേജ്, ക്ലാസ് ഡിഫറൻസസ് ആൻഡ് ദ റോൾ ഓഫ് വുമൻ ഡ്യൂറിങ് വിമൻ. ഇത് എന്താ പറയുക, പ്ലൂറൽ ഫോം ആണ്. സോ നമ്മളതിനെ വിമൻ എന്നാണ് വായിക്കുക. ഇ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിമൻ എന്നാണ് വായിക്കുക കേട്ടോ. വുമൺസ് എന്ന് പറയില്ല, പകരം വിമൻ എന്നാണ് പറയുക. ഓക്കെ. ഡ്യൂറിങ് ദ റീജൻസി എറ 1811 to 1820, a period when society expected a woman to marry for wealth and status rather than love. അതായത് റീജൻസി എറ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതായത് വിമൻസ് വേർ ഫോഴ്സ്ഡ് ടു മാരി വെൽത്തി പീപ്പിൾ ഫോർ മണി. അതായത് സ്ത്രീകൾ വെൽത്തി ആയിട്ടുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു. ഫോർ മണി, നോട്ട് ഫോർ ലവ്. ലവിന് വേണ്ടിയിട്ടല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് പൈസയുള്ള ആളുകളെ സ്ത്രീകൾ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു റീജൻസി എറ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ നോവലിസ്റ്റ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ കുറച്ച് അധികം പോയിന്റ്സ് കൂടി ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അത്രയധികം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിൾ പോയിന്റ്സ് ആണ്. ഇൻഡിപെൻഡൻസിനെ കുറിച്ച് എഴുതി സറ്റയറുകളാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട കുറച്ച് നോവൽസ് ഉണ്ട്. പിന്നെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓസ്റ്റൺസ് നോവൽസ് ആൾസോ എക്സ്പ്ലോർ ഹൗ പ്രൈഡ്, പ്രെജുഡീസ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ഷേപ്പ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഈ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് മനുഷ്യൻ്റെ പ്രൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അഹംഭാവം, അതുപോലെ തന്നെ പ്രെജുഡിസ്, മുൻധാരണ, അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ കാരണം നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഷെയ്പ്പ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പ്രധാനമായിട്ട് പുള്ളിയുടെ നോവലുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഓക്കെ, ഇനി അവരുടെ കുറച്ച് ഫേമസ് നോവൽസാണ് ഏതൊക്കെ? സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, ഇതൊരു പ്രധാനപ്പെട്ട നോവലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്. മറ്റൊന്നാണ് മാൻസ്ഫീൽഡ് പാർക്ക്. അതുപോലെ തന്നെ എമ്മ, പെർസുവേഷൻ, നോർത്തഞ്ചർ ആബി. അപ്പോൾ ഒരു 2-3 നോവൽസെങ്കിലും കാണാതെ പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. എസ് എക്ക് വരുന്ന സമയത്ത് അതും കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, മെനി ഓഫ് എ വർക്ക്സ് ഹാവ് ബീൻ അഡാപ്റ്റഡ് ഇൻ ടു ഫിലിംസ്. കുറേ വർക്കുകൾ ഫിലിംസിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഫിലിംസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പ്രൈഡ് ആൻഡ് പ്രെജുഡിസിൻ്റെ സിനിമാറ്റിക് വേർഷൻ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളതൊന്ന് കാണാം. ജെയിൻ ഓസ്റ്റൻസ് ലെഗസി ലിവ്സ് ബിക്കോസ് ഷീ ക്യാപ്ചേഴ്സ് ടൈംലെസ് ട്രൂത്ത് അബൌട്ട് ലവ്, ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സൊസൈറ്റി. എന്തുകൊണ്ടാണ് ഇന്നും ജെയിൻ ഓസ്റ്റനെ ആളുകൾ വായിക്കപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്ന് എഴുതിയത് അത്രയും 1813 അവരെഴുതിയ ആ കഥകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. കാരണം ഇന്നും നമ്മൾ മുൻധാരണകൾ കാരണം പല ആളുകളെയും തെറ്റിദ്ധരിക്കുന്നുണ്ട്. സോ അന്ന് എഴുതിയ ആ കഥയ്ക്ക് ഇന്നും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇന്നും അതിന് വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജെയിൻ ഓസ്റ്റൻ ഇത്രയധികം ഫേമസ് ആയിട്ട് ഇന്നും നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി നോക്കാം. എന്താണ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, എന്താണ് അതിൽ പറയുന്നത്, എന്തൊക്കെയാണ് അതിൽ കോംപ്ലക്സ്, എന്തൊക്കെയാണ് കോംപ്ലക്സിറ്റി എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ ഓർത്ത് വെക്കുക. ഒന്ന് നമ്മുടെ എലിസബത്ത്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഡാർസി. ഈ 2 കഥാപാത്രങ്ങളുമാണ് ഇതിലെ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇതിലെ ലീഡ് റോൾസ് കൈകാര്യം ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ, സമ്മറി നോക്കിയാലോ. റെഡി അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ സമ്മറി. ദ സ്റ്റോറി ബിഗിൻസ് ഇൻ ലോങ്ബോൺ. ലോങ്ബോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്. വേർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബെനറ്റ് ലിവ്. അപ്പോൾ 2 കഥാപാത്രങ്ങളെ നമ്മൾ കുറച്ചു, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബെനറ്റ്. മിസ്റ്റർ ബെനറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ ഭാര്യയാണ് മിസ്സിസ് ബെനറ്റ്. ലിവ് വിത്ത് ദെയർ 5 ഡോട്ടേഴ്സ്. അതായത് നമ്മൾ കഥ തുടങ്ങുന്ന സമയത്ത് ലോങ്ബോൺ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ സ്ഥലമാണ്. അവിടെ മിസ്റ്റർ ബെനറ്റും മിസ്സിസ് ബെനറ്റും താമസിക്കുന്നുണ്ട്. അവർക്ക് 5 മക്കളുണ്ട്. 5 മക്കൾ എന്ന് പറഞ്ഞാൽ 5 പെൺമക്കൾ ഉണ്ട്. അവരുടെ പേരാണ് ജെയിൻ, എലിസബത്ത്, മേരി,
കിറ്റി ആൻഡ് ലിഡിയ. ഇങ്ങനെ 5 മക്കളുമായിട്ട് ജീവിക്കുന്ന മിസ്റ്റർ ബെനറ്റിൻ്റെയും മിസ്സസ് ബെനറ്റിൻ്റെയും ഫാമിലി കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ നോവലിനും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റൈസിങ് ഓഫ് ആക്ഷൻ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു നോവൽ എപ്പോഴാണ് തുടങ്ങുന്നത്? എ റിച്ച് യങ് ജെന്റിൽമാൻ. ഈ കഥക്കൊരു ട്വിസ്റ്റ് വേണ്ടേ? അപ്പോൾ ഈ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് എ റിച്ച് യങ് ജെന്റിൽമാൻ കോൾഡ് മിസ്റ്റർ ചാൾസ് ബിംഗ്ലി. അതായത് ചാൾസ് ബിംഗ്ലി റൺസ് ദ നിയർ ബൈ എസ്റ്റേറ്റ് നെതർഫീൽഡ് പാർക്ക്. അതായത് ഈ കഥക്കൊരു മാറ്റം വരുന്നത് ഇവരിങ്ങനെ 5 മക്കളുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മിസ്സസ് ബെനറ്റിൻ്റെ ആ ഒരു നാട്ടിലേക്ക് ഒരാൾ വരികയാണ്. ആരാണ് വരുന്നത്? മിസ്റ്റർ ചാൾസ് ബിംഗ്ലി എന്ന് പറയുന്ന ആൾ അവിടേക്ക് താമസിക്കാൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഹീ ഈസ് എ റിച്ച് യങ് ജെന്റിൽമാൻ. ഹീ ഈസ് വെരി റിച്ച്, വെരി വെൽത്തി. ഒരു ധനികനായിട്ടുള്ള ആളാണ് അവിടെ താമസിക്കാൻ വരുന്നത്. ഓക്കെ, അവിടെ താമസിക്കാൻ വരുന്നു. ആൻഡ് ഹി റെൻസ് നിയർ ബൈ. അവിടെ ഒരു എസ്റ്റേറ്റ്, നെതർഫീൽഡ് പാർക്ക് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് റെൻറ്റിനെടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. ദിസ് ക്രിയേറ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഇൻ ദ ബെനറ്റ് ഫാമിലി. ഇതെന്താ? അപ്പോൾ ഒരു റിച്ച് മാൻ നമ്മൾ അടുത്ത് അയൽവാസിയായിട്ട് താമസിക്കാൻ വന്നപ്പോൾ, അൺമാരീഡ് ആണ്, ഹീസ് നോട്ട് മാരീഡ്, ഹീസ് എ ബാച്ചിലർ. അപ്പോൾ അവർ നമ്മളെ അടുത്ത് താമസിക്കാൻ വന്നപ്പോൾ നമ്മുടെ ബെനറ്റ് ഫാമിലി ഭയങ്കരമായിട്ട് എന്തായി? എക്സൈറ്റഡ് ആയി. എസ്പെഷ്യലി മിസ്സസ് ബെനറ്റ്, ഹു ഹോപ്സ് ഹി വിൽ മാരി വൺ ഓഫ് ഹർ ഡോട്ടർ. പ്രത്യേകിച്ച് നമ്മുടെ ബെനറ്റ് ഫാമിലിയിലെ മിസ്സസ് ബെനറ്റിൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം എന്താണ്? അവളെന്താ കണക്ക് കൂട്ടിയത്? അയാളൊരു റിച്ച് ആയിട്ടുള്ള മനുഷ്യനാണ്. ഈ ബിംഗ്ലി എന്ന് പറയുന്നത് ഭയങ്കര റിച്ചാണ്. സോ അവന് നമ്മുടെ ഒരു 5 മക്കളിൽ ഒരാളെ അവൻ വിവാഹം കഴിക്കുന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ മിസ്സസ് ബെനറ്റിന്. അതുകൊണ്ടാണ് അവൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നത്. അറ്റ് ദ മെർട്ടിൻ ബോൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയാണ് കേട്ടോ. അതായത് നമ്മളെ വീടുകളിലൊക്കെ വലിയ വലിയ ആളുകൾ വരുന്ന സമയത്ത്, ലണ്ടനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ വലിയ വലിയ റിച്ച് ആയിട്ടുള്ള ആളുകൾ എവിടേക്കും വന്നു കഴിഞ്ഞാൽ അവരൊരു പാർട്ടി നടത്തും, അടുത്തുള്ള ആളുകളെല്ലാവരും വിളിച്ചുകൊണ്ട്. അപ്പോൾ ഈ മേർട്ടിൻ ബാൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ പേരാണ് മേർട്ടിൻ ബാൾ. അത് അങ്ങനെ ഒരു പാർട്ടി നടത്തുന്നുണ്ട് അവർ. അറ്റ് ദ മേർട്ടിൻ പാർട്ടി അല്ലെങ്കിൽ മേർട്ടിൻ ബാൾ, മിസ്റ്റർ ബിംഗ്ലി ബിഹേവ് ഫ്രണ്ട്ലി ആൻഡ് കൈൻഡ് ആൻഡ് ഷോസ് അഡ്മിറേഷൻ ഫോർ ജെയിൻ, ദ എൽഡസ്റ്റ് ബെനറ്റ് ഡോട്ടർ. അപ്പോൾ ഒരു പാർട്ടി നടത്തുകയാണ്. ഇവിടേക്ക് ഇവരെല്ലാവരും വരുന്നുണ്ട്, ബെനറ്റ് ഫാമിലിയും വരുന്നുണ്ട്, ആ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ മിസ്റ്റർ ബിംഗ്ലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൈൻഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു. ആൻഡ് ഹീ ഹാസ് ആൻ അഡ്മിറേഷൻ ഫോർ ജെയിൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മുതിർന്ന എൽഡസ്റ്റ് ഡോട്ടറോട് ഇദ്ദേഹത്തിനൊരു അഡ്മിറേഷൻ, ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുന്നുണ്ട് ഈ ഒരു പാർട്ടിയിൽ വെച്ച്. ബട്ട് മിസ്റ്റർ വില്യം ഡാർസി, ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ഡാർസിയും ആ ഒരു പാർട്ടിയിലുണ്ട്. ബിംഗ്ലീസ് ക്ലോസ് ഫ്രണ്ട്. ഈ ഡാർസി എന്ന് പറഞ്ഞാൽ ബിംഗ്ലിയുടെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പിയേഴ്സ് ഡിസ്റ്റന്റ്, പ്രൗഡ് ആൻഡ് അൺഫ്രണ്ട്ലി ആൻഡ് ഹി റെഫ്യൂസ്ഡ് ടു ഡാൻസ് വിത്ത് എലിസബത്ത്, സെയിങ് ഷീ ഈസ് നോട്ട് ഹാൻസം ഇനഫ് ഫോർ ഹിം. അതുപോലെ തന്നെ ആ പാർട്ടിയിൽ വേറൊരാളുണ്ട്. ദർ ഈസ് അനദർ പേഴ്സൺ ഇൻ ദ പാർട്ടി, ഹിസ് നെയിം ഈസ് ഡാർസി. ഹി ഈസ് ദ ക്ലോസ് ഫ്രണ്ട് ഓഫ് ബിംഗ്ലിയുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഡാർസിയും ആ പാർട്ടിയിലുണ്ട്. പക്ഷേ ഇയാളുടെ പ്രത്യേകത, നമ്മുടെ ബിംഗ്ലി ഭയങ്കര കൈൻഡ്ലി ആൻഡ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഡാർസിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അയാൾ ഭയങ്കര ഡിസ്റ്റൻ്റ് ആണ്. അതായത് ഒന്ന് മാറി നിന്ന് കുറച്ച് പ്രൗഡായിട്ട് നിൽക്കുക, ഞാൻ വലിയ ആളാണെന്നുള്ള രീതിയിൽ നിൽക്കുക. ആൻഡ് അൺഫ്രണ്ട്ലി, ചില ആളുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ മാറി വലിയ ആളായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകൾ. അതുപോലത്തെ ഒരാളായിരുന്നു നമ്മുടെ ഡാർസി. അതുപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു ഡോട്ടറുടെ കൂടെ, മറ്റേ രണ്ടാമത്തെ ഡോട്ടറായിട്ടുള്ള എലിസബത്തിൻ്റെ കൂടെ അയാൾ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാർട്ടി ആവുന്ന സമയത്ത് ദർ വിൽ ബി ഡാൻസ്. ആൻഡ് ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ റെഡി ടു ഡാൻസ് വിത്ത് എലിസബത്തിൻ്റെ കൂടെ അയാൾ ഡാൻസ് ചെയ്യാൻ വിസമ്മതിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? സെയിങ് ഷീ ഈസ് നോട്ട് ഹാൻസം, അവളത്ര ഭംഗിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്, എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ മാത്രം ഭംഗിയൊന്നും അവൾക്കില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ സമ്മതിക്കുന്നുമില്ല. ഓക്കെ, എലിസബത്ത് ഹിയേഴ്സ് ഹിസ് റിമാർക്ക് ആൻഡ് ഡെവലപ്പ് എ സ്ട്രോങ് ഡിസ്ലൈക്ക് ടുവേർഡ് ഡാർസി ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ എലിസബത്ത് ആണെങ്കിലോ ഇത് കേൾക്കുന്നുമുണ്ട്, ഇയാളിങ്ങനെ ഡാൻസ് കളിക്കാൻ വിസമ്മതിച്ച് ഇവള് ഭംഗിയില്ല എന്നൊക്കെ പറയുന്നത് ഡാർസി ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ എലിസബത്ത് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ എലിസബത്തിന് അദ്ദേഹത്തിനോട് ദേഷ്യം തോന്നുന്നു. ഫ്രം ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ ഡാർസിനോട് ദേഷ്യം തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ആ ഒരു ടൈറ്റിലിലെ പ്രൈഡും പ്രജുഡിസും നമ്മൾ കണ്ടു.
പ്രൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാർസിയുടെ ബിഹേവിയറാണ്. പ്രജുഡിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മുൻവിധി, നമ്മുടെ എലിസബത്ത് ഓൾറെഡി മുൻധാരണ ഉണ്ടാക്കി ഡാർസി മോശപ്പെട്ട ആളാണെന്ന്. ഓക്കെ, ബിംഗ്ലി സൂൺ ബിക്കം വെരി അറ്റാച്ച്ഡ് ടു ജെയിൻ ആൻഡ് ഹി വിസിറ്റ്സ് the Bennet family often deepening their affection. ബിംഗ്ലി ആണെങ്കിൽ ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞു. ആഫ്റ്റർ ദ പാർട്ടി ബിംഗ്ലി എന്തായി, നമ്മുടെ ജെയിനുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയി. അവന് ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോകാൻ തുടങ്ങി. ആൻഡ് ഡീപ്പനിങ് ദെയർ അഫെക്ഷൻ, ജെയിനും അതുപോലെ തന്നെ നമ്മുടെ ബിംഗ്ലിയും തമ്മിലുള്ള ആ ഒരു അഫെക്ഷൻ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, the Bennet family's social behavior, especially Mrs. Bennet's loud excitement and Lydia and Kitty's immaturity, embarrasses Jane and Elizabeth and creates a negative impression on Darcy and Bingley's sister. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു നോവൽ ക്ലാസ് ഡിസ്റ്റിങ്ഷനെ കുറിച്ച്, അതായത് ഉയർന്നവൻ, വലിയവൻ, താഴ്ന്നവൻ, പൈസ ഉള്ളവൻ, ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസത്തിനെ കുറിച്ചും കൂടി ഈ ഒരു നോവൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. എന്താ പറയുന്നത്, അതായത് ബെനറ്റ് ഫാമിലി ഒരു മിഡിൽ ക്ലാസ്, ഓൾമോസ്റ്റ് അത്ര പൈസ ഇല്ലാത്ത ഒരു സാധാരണക്കാരായിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ ഈ ഇവിടെയുള്ള ആളുകളുടെ പെരുമാറ്റവും അത്തരത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ മിസ്സിസ് ബെനറ്റ് നമ്മുടെ ബിംഗ്ലിയുടെ മുന്നിൽ ഭയങ്കര ലൗഡായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി, ചില ആളുകളുടെ ഒരുപാട് സംസാരിക്കും. ചില കുടുംബക്കാരുടെ അടുത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ വെൻ വി ആർ വിസിറ്റിംഗ് സം ഓഫ് അവർ ഫാമിലി വി ക്യാൻ സീ സം പീപ്പിൾ ആർ ടോക്കിംഗ് സോ ലൗഡ്ലി, അല്ലേ? ചില ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കും, നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ ഇതുപോലെ സംസാരിക്കുന്ന ഒരാളായിരുന്നു മിസ്സിസ് ബെനറ്റ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര, അതുപോലെ തന്നെ അവരുടെ ചെറിയ ഡോട്ടേഴ്സ് ആയിട്ടുള്ള ലിഡിയയും കിറ്റിയും ഭയങ്കര ഇമ്മച്ചുവറായിട്ട് വികൃതികളായിട്ടാണ്, നോട്ടി ആയിട്ടാണ് പെരുമാറുന്നത്. ഇതൊക്കെ ജെയിനിനെയും എലിസബത്തിനെയും എംബാരസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അത്ര പോരാ, എൻ്റെ പെങ്ങന്മാരത്ര പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും, ഈ മുതിർന്ന രണ്ട് കുട്ടികളും ഭയങ്കര എംബാരസ്ഡ് ആവുന്നുണ്ട്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളത് കുറച്ചുകൂടി വലിയ വലിയ ആൾക്കാരെ കല്യാണം കഴിക്കാനാണ്. ആൻഡ് ക്രിയേറ്റ്സ് എ നെഗറ്റീവ് ഇംപ്രഷൻ ഓൺ ഡാർസി ആൻഡ് ബിംഗ്ലീസ് സിസ്റ്റർ. അതുപോലെ തന്നെ ഇവരുടെ അമ്മയുടെയും ഈ ചെറിയ കുട്ടികളുടെയൊക്കെ ബിഹേവിയർ ഡാർസിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ബിംഗ്ലിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്, ആ സിസ്റ്റർക്കും, ബിംഗ്ലിക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവർക്കും ഈ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ബെനറ്റ് ഫാമിലിയുടെ ഈ ഒരു ബിഹേവിയറും കസ്റ്റംസും മാനേഴ്സും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഈ ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, 2 ക്ലാസ് തമ്മിലുള്ള, ഹൈ ക്ലാസ്സും ലോ ക്ലാസ്സും അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജെയിൻ ഓസ്റ്റൻ മനഃപൂർവ്വം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഈ ഒരു നോവലിൽ കൊണ്ടുവന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് എ സോഷ്യൽ ക്രിറ്റിസിസം. ഓക്കെ, ഇറ്റ് ഈസ് എ സോഷ്യൽ ക്രിട്ടീക്ക്. ഡാർസി ആൻഡ് ബിംഗ്ലി, നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഡാർസി ആൻഡ് ബിംഗ്ലി സിസ്റ്റേഴ്സ്, കരോളിൻ ബിംഗ്ലി ആൻഡ് മിസ്സിസ് ഹേസ്റ്റ്. അപ്പോൾ ബിംഗ്ലിയുടെ 2 സിസ്റ്റേഴ്സാണ് ആര്, കരോളിൻ ബിംഗ്ലിയും മിസ്സിസ് ഹേസ്റ്റും. മിസ്സിസ് ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹേസ്റ്റിനെ കല്യാണം കഴിച്ചതുകൊണ്ട് അവരുടെ പേര് മിസ്സിസ് ഹേസ്റ്റ് എന്നായി. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് ബിംഗ്ലിയുടെ സിസ്റ്റേഴ്സ്. ബിലീവ് ദാറ്റ് ദ ബെനറ്റ് ഫാമിലി ഈസ് സോഷ്യലി ഇൻഫീരിയർ ആൻഡ് pursued Bingley to leave Netherfield and go to London, breaking Jane's heart. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡാർസി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡായിട്ടുള്ള, ഞാൻ എന്തോ വലിയ ആളാണെന്ന് വിചാരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് ബിംഗ്ലിയുടെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള കരോലിനും മിസ്സിസ് ഹേസ്റ്റും. അപ്പോൾ ഇവർ എന്താ വിചാരിച്ചത്, ഈ ബെനറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ ആളുകളല്ല, അവർ ഇൻഫീരിയറാണ്, താഴ്ന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ബിംഗ്ലിനോട് പറയാണ്, നീ ഇവിടുന്ന് പെയ്ക്കോ, നീ ഇവിടെ നിൽക്കണ്ട, ഡോണ്ട് സ്റ്റേ ഇയർ ഇൻ നെതർഫീൽഡ് പാർക്ക്, നീ റെൻ്റ് ചെയ്ത് ഇവിടെ നീ നിൽക്കണ്ട, നീ തിരിച്ച് ലണ്ടനിലേക്ക് തിരിച്ചു പൊയ്ക്കോ, എന്നിട്ട് നീ അവിടെ സെറ്റിൽ ആയിക്കോ, നിനക്ക് ജെയിനുമായിട്ടുള്ള ഈ ഒരു അലയൻസ് വേണ്ട എന്നവർ പറയാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോവാണ്, ബ്രേക്കിംഗ് ജെയിൻസ് ഹാർട്ട്. അതോടുകൂടി നമ്മുടെ ജെയിൻ്റെ ഹൃദയം പൊട്ടുന്നുണ്ട്. ഓക്കെ, അവൾ ലവ് നഷ്ടപ്പെട്ടല്ലോ, കാമുകൻ തിരിച്ചു പോയ സമയത്ത് അവളുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് അവൻ ലണ്ടനിലേക്ക് തിരിച്ചു പോവാണ്. മിസ്റ്റർ കോളിൻസ്, ദ ബെനറ്റ് ഫാമിലീസ് പോംബസ് ആൻഡ് ഫൂളിഷ് കസിൻ. അപ്പോൾ നമ്മുടെ ബിംഗ്ലി ഇപ്പോൾ തിരിച്ചു പോയി. ഇനി നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സീൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം നമ്മുടെ കഥയിലേക്ക് വരികയാണ്. അദ്ദേഹമാണ് മിസ്റ്റർ കോളിൻസ്. മിസ്റ്റർ കോളിൻസ് എന്ന് പറയുന്ന കഥാപാത്രം പിന്നീട് സ്റ്റോറിയിൽ വരികയാണ്. ദ ബെനറ്റ്സ് ഫാമിലീസ് പോംബസ് ആൻഡ് ഫൂളിഷ് കസിൻ ഹൂ വിൽ ഇൻഹെറിറ്റ് ദെയർ ഹോം. ആരാണ് മിസ്റ്റർ കോളിൻസ്? മിസ്റ്റർ കോളിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെനറ്റ് ഫാമിലിയുടെ കസിനാണ്. ഈ ലണ്ടനിലെ ആ ഒരു കാലഘട്ടത്തിൽ, ഇംഗ്ലണ്ടിലെ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോട്ടേഴ്സിന്, അതായത്
പെൺകുട്ടികൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബെനറ്റ് ഫാമിലിയിലെ എല്ലാവരും പെൺകുട്ടികളായതുകൊണ്ട് 5 പേരും പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ സ്വത്തൊക്കെ ഭാവിയിൽ കിട്ടാൻ പോകുന്നത് നമ്മുടെ കോളിൻസ് എന്ന് പറയുന്ന കസിനാണ്. അപ്പോൾ ഈ കസിനാണ് പിന്നീട് കഥയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, വിസിറ്റ് ലോങ് ബോൺ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് മാരിയിങ് വൺ ഓഫ് ദ ബെനറ്റ് ഡോട്ടേഴ്സ്. അപ്പോൾ അയാൾ വരികയാണ് നമ്മുടെ ഈ ഒരു ബെനറ്റ് ഫാമിലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അയാൾക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. He has an intention. What is that intention? Marrying one of the daughter of Bennett. അതായത് ബെനറ്റിൻ്റെ ഒരു മകളെ കല്യാണം കഴിച്ച് അവിടെ തന്നെ കൂടണം. എന്തായാലും സ്വത്ത് എനിക്കാണല്ലോ, അപ്പോൾ ഒരു മോളെ കൂടി കല്യാണം കഴിക്കുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയാണ് ഇയാൾ വരുന്നത്. പക്ഷേ ഇയാളുടെ പ്രത്യേകത എന്തായിരുന്നു? ഇയാളൊരു ഫൂളായിരുന്നു. ഈസ് എ ഫൂളിഷ് മാൻ. ഓക്കെ, മിസ്റ്റർ കോളിൻസ് ഫസ്റ്റ് ഫിക്സ് ഹിസ് അറ്റൻഷൻ ടു ഓൺ എലിസബത്ത് ആൻഡ് പ്രൊപ്പോസസ് മാരേജ് ടു ഹർ. അപ്പോൾ വന്ന ഉടനെ തന്നെ ആദ്യം എലിസബത്തിനെയാണ് നമ്മുടെ കോളിൻസ് നോട്ട് ഇട്ടത്. ഹി ജസ്റ്റ് ഫിക്സ്ഡ് ദാറ്റ് എലിസബത്ത് ഗോയിങ് ടു ബി മൈ വൈഫ് എന്ന് അയാൾ ഫിക്സ് ചെയ്തു. എന്നിട്ട് എലിസബത്തിനെ എന്ത് ചെയ്തു? പ്രൊപ്പോസ് ചെയ്തു, മാരേജിന് വേണ്ടിയിട്ട് പ്രൊപ്പോസ് ചെയ്തു. ഓക്കെ, ആൻഡ് പ്രൊപ്പോസ് മാരേജ് ടു ഹർ. ബട്ട് എലിസബത്ത് ഫേമിലി റെഫ്യൂസസ്. പക്ഷേ എലിസബത്ത് പറഞ്ഞു എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഹി ഫേമിലി റെഫ്യൂസസ്. ഇവിടെ നമുക്ക് എലിസബത്ത് എന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഷീ ഡസ് നോട്ട് ലവ് ഹിം. അവൾ പറഞ്ഞു എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഫീലിംഗ് റിജക്റ്റഡ്, നമ്മുടെ കോളിൻസ് ഫീലിംഗ് റിജക്റ്റഡ്, മിസ്റ്റർ കോളിൻസ് ക്വിക്ലി പ്രൊപ്പോസസ് ടു ചാർലറ്റ് ലൂക്കാസ്, എലിസബത്ത്സ് ക്ലോസ് ഫ്രണ്ട്, ഹു അക്സെപ്റ്റ് ഹിസ് പ്രൊപ്പോസൽ ഫോർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പോൾ എന്ത് ചെയ്തു? മിസ്റ്റർ കോളിൻസ് എലിസബത്തിന് എന്തായാലും കിട്ടൂല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? എലിസബത്തിൻ്റെ ഫ്രണ്ട് ആയിട്ടില്ല, നീ ഇല്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, നീ ഇല്ലെങ്കിൽ ഏട്ടത്തി ഇല്ലെങ്കിൽ അനിയത്തി എന്ന് പറയുന്ന പോലെ നീ അല്ലെങ്കിൽ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ചാർലറ്റ് ലൂക്കാസ്, എലിസബത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ചാർലറ്റ് ലൂക്കാസിനെ പ്രപ്പോസ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രപ്പോസ് ചെയ്യുന്നു. അവളാണെങ്കിലോ ലൂക്കാസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഫോർ വാട്ട്? എന്തിനാണ് ലൂക്കാസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് കോളിൻസൺ ഈസ് എ ഫൂളിഷ് മാൻ. ബട്ട് സ്റ്റിൽ ചാർലറ്റ് അക്സെപ്റ്റ് ഹിസ് മാരേജ് പ്രപ്പോസൽ. വൈ? ബിക്കോസ് കോളിൻസ് ഈസ് റിച്ച്. അയാൾ വെൽത്തി ആവാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ചാർലറ്റ് അത് അക്സെപ്റ്റ് ചെയ്തു. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അതായത് മാരേജ് പെൺകുട്ടികൾ ചെയ്യുന്നത് ഒരു വെൽത്തിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലാതെ ലവിന് വേണ്ടിയിട്ടാണ്. സോ ചാർലറ്റ് ഓൾസോ accepted the marriage proposal for financial stability. ഓക്കെ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് എലിസബത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആര്? നമ്മുടെ ലൂക്കാസ് ചാർലറ്റ്, അല്ലെങ്കിൽ ചാർലറ്റ് ലൂക്കാസ്. ഓക്കെ, എലിസബത്ത് മീറ്റ് മിസ്റ്റർ വിക്കാം. അപ്പോൾ അതിനുശേഷം അവരുടെ കല്യാണം കഴിഞ്ഞു. ഇനി എലിസബത്ത് ആരെ മീറ്റ് ചെയ്യുന്നുണ്ട്? എലിസബത്ത് മീറ്റ്സ് മിസ്റ്റർ വിക്കാം. പുതിയൊരു കഥാപാത്രം നമ്മുടെ കഥയിലേക്ക് വരികയാണ്, മിസ്റ്റർ വിക്കാം. മിസ്റ്റർ വിക്കാം എന്ന് പറയുന്ന ഒരാളെ മീറ്റ് ചെയ്യുന്നുണ്ട്. എ ഹാൻസം ആൻഡ് പൊളൈറ്റ് സോൾജിയർ ഇൻ ദ ലോക്കൽ മിലിറ്റിയ. അയാളൊരു ഹാൻസം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുന്ദരനായിട്ടുള്ള ഒരു സോൾജിയർ ആയിരുന്നു, ഒരു പട്ടാളക്കാരനായിരുന്നു. ഇൻ ദ ലോക്കൽ മിലിറ്റിയ, അവിടുത്തെ ലോക്കൽ പട്ടാളത്തിലുള്ള ഒരു പട്ടാളക്കാരനായിരുന്നു അയാൾ. നന്നായിട്ട് സംസാരിക്കുന്ന, ഭയങ്കര പൊളൈറ്റായിട്ട്, ചില ആളുകളുണ്ടല്ലോ ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്ന, ഭയങ്കര പൊളൈറ്റായിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു വിക്കാം. ഹു ടെൽസ് ഹർ ദാറ്റ് മിസ്റ്റർ ഡാർസി ട്രീറ്റഡ് ഹിം അൺഫെയർലി ഇൻ ദ പാസ്റ്റ്. മാത്രമല്ല ഇയാൾ നല്ലൊരു മനുഷ്യനുമാണ്, നല്ല സുന്ദരനാണ്. അയാൾ എന്ത് പറഞ്ഞു? എലിസബത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഡാർസി ഒരു മോശപ്പെട്ട മനുഷ്യനാണ്. ഇൻ ദ പാസ്റ്റ് ഹി ട്രീറ്റഡ് മീ വെരി ബാഡ്ലി. അതായത് അയാൾ പറയാണ് ഞാൻ ഡാർസിനെ എനിക്കറിയാം, ഡാർസി എന്നെ പണ്ട് ഭയങ്കര മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ടുണ്ട് എന്ന് കൂടി പറയണം. ഇതും കൂടി കേട്ടപ്പോൾ എലിസബത്തിന് ഉറപ്പായി എന്ത്? ഡാർസി ഈസ് എ ബാഡ് പേഴ്സൺ. ബിലീവിങ് വിക്കാംസ് ചാമിങ് ബിഹേവിയർ ആൻഡ് സാഡ് സ്റ്റോറി, എലിസബത്ത് ബിക്കം ഈവൻ മോർ കൺവിൻസ്ഡ് ദാറ്റ് ഡാർസി ഈസ് പ്രൗഡ് ആൻഡ് ക്രൂവൽ. ഓക്കെ, ഈ വിക്കാമിൻ്റെ ഈ ഒരു നല്ല സംസാരം കൂടി കേട്ടപ്പോൾ എലിസബത്ത് എന്ത് ഉറപ്പിച്ചു? ഡാർസി ഭയങ്കര പ്രൗഡുമാണ് ക്രൂവലുമാണെന്ന് ഭയങ്കരമായിട്ട് കൺവിൻസ്ഡായി നമ്മുടെ എലിസബത്ത്. ഇതും എന്തിന് എക്സാമ്പിളാണ്? അവളുടെ ഒരു പ്രെജുഡിസ് എന്ന് പറയുന്ന ആ ഒരു ബിഹേവിയറിന് എക്സാമ്പിളാണ്. മുൻവിധി, ഒന്നും കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാതെ, കറക്റ്റായിട്ട് എന്താ പറയുക, തെളിവൊന്നും കിട്ടാതെ തന്നെ അവൾ മുൻധാരണയോടുകൂടി ഡാർസിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ ഒരു കഥയിൽ. അതാണ് പ്രെജുഡിസ്. ഓക്കെ, എലിസബത്ത് ട്രാവൽസ്
അതിനുശേഷം വിക്കാമിനെ കാണുന്നു. അതിനുശേഷം എലിസബത്ത് ട്രാവൽസ് ടു വിസിറ്റ് ചാർലറ്റ് ആൻഡ് മിസ്റ്റർ കോളിൻസ് ഹു നൗ ലിവ് നിയർ റോസിങ്സ് പാർക്ക്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എലിസബത്ത് ചാർലറ്റിനെയും അതുപോലെ തന്നെ മിസ്റ്റർ കോളിൻസ്, അവരുടെ കസിനായിട്ടുള്ള മിസ്റ്റർ കോളിൻസിനെയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ചാർലറ്റിനെയും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസിംഗ് പാർക്കിലേക്ക് പോകുന്നുണ്ട്. ദ മാഗ്നിഫിസൻറ്റ് എസ്റ്റേറ്റ് ലേഡി കാതറിൻ ഡി ബോഗ് ഡാർസീസ് വെൽത്തി ആൻഡ് കമാൻഡിങ് ആൻഡ്. അതായത് ഈ റോസിംഗ് പാർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ എസ്റ്റേറ്റ് ആണ്. ആ എസ്റ്റേറ്റിൻ്റെ ഓണർ ആരാണ്? കാതറിൻ ബോഗ് എന്ന് പറയുന്ന ഒരു 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 സ്ത്രീയാണ്. ആ സ്ത്രീ ആരായിരുന്നു? നമ്മുടെ പഴയ പ്രൗഡായിട്ടുള്ള ഡാർസിയുടെ ആൻറ്റിയാണ്, അമ്മായിയാണ്. ഓക്കെ, അവരാണ് ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഓണർ. ആ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ മിസ്റ്റർ കോളിൻസും ചാർലറ്റും താമസിക്കുന്നത്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എലിസബത്ത് അങ്ങോട്ട് പോകുന്നത്. ഡാർസി അൺഎക്സ്പെക്റ്റഡ്ലി അറൈവ് അറ്റ് റോസിംഗ് പാർക്ക് വിത്ത് ഹിസ് കസിൻ. അപ്പോൾ ഈ ഒരു റോസിംഗ് പാർക്കിലേക്ക് എലിസബത്ത് ഇവിടെ പോയ സമയത്ത് അങ്ങോട്ട് തന്നെ നമ്മുടെ ഡാർസിയും വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കസിൻ്റെ കൂടെ. കൊളോണൽ ഫിറ്റ്സ്വില്യം ആൻഡ് begins to spend time with Elizabeth's company even though she still dislike him. കൊളോണൽ ഫിറ്റ്സ്വില്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഡാർസിയാണ് കേട്ടോ. ഡാർസിയുടെ മറ്റൊരു പേരാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്, ഞാൻ വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഫിറ്റ്സ്വില്യം. കൊളോണൽ അല്ല, കേണലാണ്. ഡാർസി ബിഗിൻസ് ടു, ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. ഡാർസി ബിഗിൻ ടു സ്പെൻഡ് ടൈം ഇൻ എലിസബത്ത്സ് കമ്പനി ഈവൻ ദൗ ഷീ സ്റ്റിൽ ഡിസ്ലൈക്ക് ഹിം. അപ്പോൾ ഡാർസി അങ്ങോട്ട് വരുന്നു. ഡാർസി അവളോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഇപ്പോഴും എലിസബത്തിന് അദ്ദേഹത്തിനെ ഇഷ്ടമല്ല. ഡാർസി സഡൻലി പ്രപ്പോസ് ടു എലിസബത്ത് ഇൻ ആൻ ഇമോഷണൽ ബട്ട് അറഗൻറ്റ് മാനർ. അങ്ങനെ കുറച്ച് സമയം ഇവളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഡാർസി എന്ത് ചെയ്യുന്നുണ്ട്? എലിസബത്തിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പറയുന്നത്, പക്ഷെ ഭയങ്കര അറഗൻ്റ് ആണ്. ഉള്ളിൽ തട്ടിയാണ് പറയുന്നത്, പക്ഷെ പറയുമ്പോൾ ഭയങ്കര അറഗൻ്റാണ്. ചില ആളുകളില്ല അങ്ങനെ, അവർക്ക് അവരുടെ സ്നേഹവും ഇതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വ്യക്തി കൂടിയായിരുന്നു അവർ, നമ്മുടെ ഡാർസി. അങ്ങനെയാണ് പറയുന്നത്. സ്പീക്കിംഗ് മോർ അബൌട്ട് ഹെർ ലോവർ സ്റ്റാറ്റസ് ആൻഡ് ഫാമിലി ഫോൾട്ട് ദാൻ അബൌട്ട് ലവ്. പക്ഷേ ഇയാൾ പ്രേമമാണ് പ്രണയമാണ് എന്നൊക്കെ പറയുന്ന സമയത്തും പ്രേമത്തിനെ കുറിച്ച് കുറച്ചേ പറയുന്നുള്ളൂ. കൂടുതൽ സംസാരിക്കുന്ന അവളുടെ ആ ഒരു ലോ ക്ലാസ്സിനെ കുറിച്ചും, അവൾ താഴ്ന്ന ജാതിയാണ് അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗമാണ്, പൈസ ഇല്ല, അവളുടെ ഫാമിലി അത്ര നല്ലതല്ല, ഇതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ സംസാരിച്ചത്. പക്ഷേ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. എലിസബത്ത് റിജക്ട്സ് ഹിസ് പ്രപ്പോസൽ ആംഗ്രിലി ആൻഡ് അക്യൂസസ് ഹിം ഓഫ് സെപ്പറേറ്റിംഗ് ജെയിൻ ആൻഡ് ബിംഗ്ലി ആൻഡ് റൂയിനിങ് വിക്കാംസ് ലൈഫ്. അപ്പോൾ എലിസബത്തിന് ഇതും കൂടി കേട്ടോ ഭയങ്കരമായിട്ട് ദേഷ്യമായി. കാരണം ഭയങ്കര അറഗൻ്റായിട്ടുള്ള സംസാരിക്കുന്ന ഇയാൾ, ഭയങ്കര പ്രൗഡായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിസബത്ത് എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അത് മാത്രമല്ല, ഭയങ്കര ദേഷ്യത്തോടു കൂടി അവൾ പറഞ്ഞു, അക്യൂസ് ചെയ്തു, നിങ്ങൾ കാരണമാണ് ജെയിനും ബിംഗ്ലിയും രണ്ടായത്. കാരണം ഡാർസി കൂടി പറഞ്ഞിട്ടാണ് നമ്മുടെ ബിംഗ്ലി ലണ്ടനിലേക്ക് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, ജെയിനിൻ്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്തത് നിങ്ങളാണ്, അവരെ സെപ്പറേറ്റ് ചെയ്തത് നിങ്ങളാണ്. അതുപോലെ തന്നെ വിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, പൊളൈറ്റ് ആയിട്ടുള്ള വ്യക്തി, അയാളുടെ ജീവിതം നശിപ്പിച്ചതും നിങ്ങളാണെന്ന് ഡാർസിൻ്റെ മേൽ ആരോപിക്കുന്നുണ്ട് ആര്? നമ്മുടെ എലിസബത്ത്. ദ നെക്സ്റ്റ് ഡേ ഡാർസി ഗിവ്സ് എലിസബത്ത് എ ലോങ് ലെറ്റർ എക്സ്പ്ലെയിനിങ് ദ ട്രൂത്ത് അബൌട്ട് ബോത്ത് മാറ്റേഴ്സ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിറ്റത്തെ ദിവസം ഡാർസി ഒരു വലിയൊരു ലെറ്റർ എഴുതിയിട്ട് നമ്മുടെ എലിസബത്തിന് കൊടുക്കുന്നുണ്ട്. അതിലെല്ലാ സത്യവും ഡാർസി പറയുന്നുണ്ട്. എന്താണ് സത്യങ്ങൾ? ഹി സ്റ്റോപ്ഡ് ബിംഗ്ലീസ് ബിക്കോസ് ഹി ബിലീവ്ഡ് ജെയിൻ ഡിഡ് നോട്ട് ഷോ ക്ലിയർ അഫെക്ഷൻ. അവൻ എന്തുകൊണ്ടാണ് ബിംഗ്ലിയും ജെയിനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്താ അതിന് കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഡാർസിക്ക് തോന്നിയാണ് ജെയിന് അത്രത്തോളം ബിംഗ്ലി അടുത്ത് അഫെക്ഷൻ കാണിക്കുന്നില്ല, അവർ തമ്മിലുള്ള ഒരു റിലേഷൻ അത്രത്തോളം സ്ട്രോങ് അല്ല, അതുകൊണ്ടാണ് ബിംഗ്ലിൻ്റെ അടുത്ത് ഇത് വേണ്ട എന്ന് ഡാർസി പറഞ്ഞത് എന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിക്കാം, നമ്മൾ പറഞ്ഞ ആ പൊളൈറ്റ് ആയിട്ടുള്ള നല്ല മനുഷ്യരുണ്ടല്ലോ, അയാൾ യഥാർത്ഥത്തിൽ അത്ര നല്ല മനുഷ്യനല്ല. വിക്കാം ഹാഡ് ട്രൈഡ് ടു എലോപ്പ് വിത്ത് ഹിസ് യങ് സിസ്റ്റർ ജോർജീന ഫോർ മണി. നമ്മുടെ വിക്കാം എങ്ങനത്തെ ഒരു വ്യക്തിയാണ്?
അയാൾ നമ്മുടെ ഡാർസിയുടെ ചെറിയ സിസ്റ്റർ ഉണ്ട് ജോർജീന എന്ന് പറയുന്നത്, ആ ജോർജിയയുമായിട്ട് ഒളിച്ചോടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഒളിച്ചോടിയത്? പ്രേമം കൊണ്ടല്ല, ഫോർ മണി, പൈസക്ക് വേണ്ടിയിട്ട് അവളെയും കൊണ്ട് ഒളിച്ചോടുന്നുണ്ട്. അതുകൊണ്ടാണ് വിക്രാമിനെ ഡാർസി ബാഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ വിക്രാം നമ്മുടെ എലിസബത്തിൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? അയാൾ ഇയാളുടെ ജീവിതം നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. സോ ഇവിടെയാണ് ആ ഒരു പ്രെജുഡിസ്, ആ ഒരു മുൻധാരണ തെറ്റിപ്പോകുന്നത്. ആരുടെ? എലിസബത്തിൻ്റെ മുൻധാരണ തെറ്റിപ്പോകുന്നത്. ഓക്കെ, എലിസബത്ത് റിയലൈസസ് ദാറ്റ് ഷീ ഹാസ് ബീൻ റോങ് അബൌട്ട് ഡാർസി ആൻഡ് വിക്രാം ആൻഡ് ഷീ ബിഗിൻസ് ടു ക്വസ്റ്റ്യൻ ഹെർ ഓൺ ജഡ്ജ്മെൻറ്റ് ആൻഡ് പ്രജുഡിസസ്. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് നമ്മുടെ എലിസബത്തിന് മനസ്സിലായത്, ഞാൻ ഇതുവരെ വിചാരിച്ച കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു. ഐ വാസ് റോങ് ബിക്കോസ് മൈ പ്രജുഡിസസ് is actually give me some bad impression about Darcy and a good impression about Wickham. എൻ്റെ ആ ഒരു മുൻധാരണ കാരണമാണ് ഞാൻ ഡാർസിയെ തെറ്റിദ്ധരിച്ചതും അതുപോലെ തന്നെ വിക്രാമിനെ നല്ലവനായിട്ട് ധരിച്ചതും എന്ന് അവൾ മനസ്സിലാക്കുകയാണ്. ഷീ റിയലൈസസ്. ഓക്കെ, ഡ്യൂറിങ് എ ലേറ്റർ ട്രിപ്പ് വിത്ത് ഹെർ റിലേറ്റീവ്സ് ദ ഗാർഡിനേഴ്സ് എലിസബത്ത് വിസിറ്റ് Pemberley, Darcy's grand estate, and is surprised to find Darcy gentle, polite and respectful towards her and her relative. പിന്നെ കുറച്ച് കാലം അതിനുശേഷം നമ്മുടെ എലിസബത്ത് വീണ്ടും അവളുടെ റിലേറ്റീവായിട്ടുള്ള ഗാർഡിനേഴ്സിൻ്റെ കൂടെ പെമ്പർലി എന്ന് പറയുന്ന വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട് ഡാർസിക്ക്, അവിടെ വിസിറ്റ് ചെയ്യാണ്. അവിടെ വെച്ച് നമ്മുടെ ഡാർസി ഇവരുടെ അടുത്ത് ഭയങ്കര ജെൻറ്റിൽ ആൻഡ് പൊളൈറ്റ് റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് നന്നായിട്ടാണ് ബിഹേവ് ചെയ്തത്. അങ്ങനെ ആണ് ഡാർസി അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അപ്പോഴാണ് എലിസബത്തിന് മനസ്സിലായത് ഡാർസി അത്ര മോശപ്പെട്ട ആളല്ല. ഡാർസി ഇൻട്രൊഡ്യൂസസ് എലിസബത്ത് ടു ഹിസ് ഷൈ ആൻഡ് കൈൻഡ് സിസ്റ്റർ ജോർജിയന ആൻഡ് എലിസബത്ത്സ് ഫീലിംഗ് ടുവാർഡ്സ് ഡാർസി ബിഗിൻ ടു ചേഞ്ച് പോസിറ്റീവ്ലി. അപ്പോൾ ഡാർസി ഈ ഒരു എസ്റ്റേറ്റിൽ വെച്ചിട്ട് അവൻ്റെ സിസ്റ്ററായിട്ടുള്ള ജോർജിനെ എലിസബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതോടുകൂടി എലിസബത്തിന് ഒരു പോസിറ്റീവ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഡാർസിയോട് തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. ന്യൂസ് അറൈവ് ദാറ്റ് ലിഡിയ ദ യങ് ബെനറ്റ് ന്യൂസ് അറൈവ് ദാറ്റ് ലിഡിയ ദ യങ്ങസ്റ്റ് ബെനറ്റ് സിസ്റ്റർ ഹാസ് റൺ അവേ വിത്ത് വിക്രാം, causing a huge scandal that could destroy the entire Bennett family's reputation. അപ്പോഴാണ് ഇവൾ ഈ ഒരു പെമ്പർലി എസ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ന്യൂസ്, ഒരു വാർത്ത വന്നത്. എന്ത്? അവളുടെ ഏറ്റവും ചെറിയ സിസ്റ്ററായിട്ടുള്ള ലിഡിയ നമ്മുടെ ആ ഒരു വിക്രാം ഉണ്ടല്ലോ, ആ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ആ ഒരു പട്ടാളക്കാരൻ, അയാളുടെ കൂടെ ഒളിച്ചോടി എന്നുള്ള ന്യൂസ് വരുന്നത്. അതെന്താണ്? ആ ഒരു ഫാമിലിക്ക് ഭയങ്കര ഒരു സ്കാൻഡലാണ്. സ്കാൻഡൽ എന്ന് പറഞ്ഞാൽ ഒരു അപകീർത്തി എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഭയങ്കര മോശപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാക്കില്ല, അതിനെയാണ് സ്കാൻഡൽ എന്ന് പറഞ്ഞത്. അപകീർത്തി, നമ്മുടെ ഫാമിലി നെയിം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്കാൻഡൽ ഉണ്ടാക്കിയിട്ടാണ് അവർ ഓടിപ്പോകുന്നത്. അത് അവരുടെ ഫാമിലി നെയിമിനെ ഡെസ്ട്രോയ് ചെയ്യും. എൻ്റെയർ ബെനറ്റ് ഫാമിലിൻ്റെ റെപ്യൂട്ടേഷൻ, ആ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാവില്ല, നമ്മുടെ ഫാമിലിക്കൊരു നല്ല പേരുണ്ടാവും, ആ നല്ല പേര് നശിപ്പിച്ചുകൊണ്ട് അവൾ ഒളിച്ചോടിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് അവർക്ക് കിട്ടുകയാണ്. ഡാർസി ക്വയറ്റ്ലി ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ് ക്രൈസിസ്. അപ്പോൾ ഡാർസി മുന്നോട്ട് വന്നിട്ട് ഞാനിതൊക്കെ ശരിയാക്കി തരാം, എൻ്റെ കയ്യിൽ ഇതിനുള്ള പരിഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഫൈൻസ് ലിഡിയ ആൻഡ് വിക്രാം ഇൻ ലണ്ടൻ. അദ്ദേഹം എന്ത് ചെയ്തു? ലിഡിയനെയും വിക്രാമിനെയും ലണ്ടനിൽ വെച്ച് കാണുന്നുണ്ട്, അവരെ പിടിക്കുന്നുണ്ട്. പേയ്സ് വിക്രാംസ് ഡെബ്റ്റ്സ്, അതുപോലെ തന്നെ വിക്രാമിന് ഒരുപാട് കടങ്ങളുണ്ട്, അതൊക്കെ ഡാർസി വീട്ടുന്നുണ്ട്. ആൻഡ് അറേഞ്ച് ദെയർ മാരേജ്, അവരുടെ കല്യാണം അറേഞ്ച് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനി ക്രെഡിറ്റ് ഓർ പ്രൈസ്. അതായത് ആ പൈസ ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതെയാണ് നമ്മുടെ ഡാർസി ഇതൊക്കെ ചെയ്യുന്നത്. അതായത് അവരെ പോയിട്ട് ലണ്ടനിൽ നിന്ന് കണ്ടുപിടിക്കുന്നു, വിക്രാമിൻ്റെ കടങ്ങളൊക്കെ അയാൾ വീട്ടുന്നു, എന്നിട്ട് അവരുടെ മാരേജ് കണ്ടക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതൊന്നും ആ പൈസ തിരിച്ച് കിട്ടും എന്ന് ആഗ്രഹിച്ചിട്ടല്ല നമ്മുടെ പുള്ളി ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി നമുക്കെന്ത് മനസ്സിലാവും? ഡാർസി ഈസ് എ ഗുഡ് പേഴ്സൺ, ഹി ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ. ഈവൻ ദോ ഹി ഈസ് ബിലീവിങ് റൂഡ്ലി, ഹി ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ എന്ന് നമുക്ക് മനസ്സിലാവും. Elizabeth learns about Darcy's generous action from her aunt and realizes the depth of his goodness and love. മാത്രമല്ല എലിസബത്ത് നമ്മുടെ ഡാർസിയുടെ ആൻറ്റിൻ്റെ അടുത്ത് നിന്ന് എലിസബത്ത് ഡാർസി ഒരു നല്ല മനുഷ്യനാണ്, നല്ലൊരു ഗുഡ്നെസ് ഉള്ള ലവ് ഉള്ള ഒരു മനുഷ്യനാണെന്ന് കൂടി നമ്മുടെ എലിസബത്ത് മനസ്സിലാകും. മിസ്റ്റർ ബിംഗ്ലി റിട്ടേൺസ് ടു നെതർഫീൽഡ് എൻകറേജ്ഡ് ബൈ ഡാർസീസ് ഓണസ്റ്റി ആൻഡ് പ്രൊപ്പോസസ് ടു ജെയിൻ ഹു ഹാപ്പിലി അക്സെപ്റ്റ്. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബിംഗ്ലി
നെതർഫീൽഡിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. നമ്മുടെ ബെനറ്റ് ഫാമിലിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ഡാർസിയുടെ ആ ഒരു ഓണസ്റ്റിയും അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ട് ജെയിനെ ഒന്നും കൂടി പ്രപ്പോസ് ചെയ്യുകയാണ്. ജെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ലേഡി കാതറിൻ ഡി ബോഗ് വിസിറ്റ് എലിസബത്ത് ആംഗ്രിലി ഡിമാൻഡിങ് ദാറ്റ് ഷീ പ്രോമിസസ് നെവർ ടു മാരി ഡാർസി. അപ്പോൾ ഇതിനിടയിൽ വേറൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ലേഡി കാതറിൻ, നമ്മൾ പറഞ്ഞില്ല ഒരു എസ്റ്റേറ്റിൻ്റെ ഓണറായിട്ടുള്ള ലേഡി കാതറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഉണ്ട് നമ്മുടെ ഡാർസിക്ക്. ആ ഡാർസിയുടെ ആൻറ്റി നമ്മുടെ എലിസബത്തിനെ കാണാൻ വരുന്നുണ്ട്. ആംഗ്രിലി, ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് കാണാൻ വരുന്നത്. അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? ഷീ പ്രോമിസ് നെവർ ടു മാരി ഡാർസി. അതായത് എലിസബത്തിനോട് പറയുന്നുണ്ട് നീ ഡാർസിനെ കല്യാണം കഴിക്കരുതെന്ന് പറയുന്നുണ്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി. ബിക്കോസ് ലേഡി കാതറിൻ വാണ്ട്സ് ഡാർസി ടു മാരി ഹെർ ഓൺ ഡോട്ടർ. കാരണം ലേഡി കാതറിന് ഒരു ഡോട്ടർ ഉണ്ട്, ഒരു മകളുണ്ട്. ആ മകളെ കൊണ്ട് ഡാർസിനെ കെട്ടിക്കണം എന്നാണ് അവളുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ എലിസബത്തിനോട് പറയുന്നുണ്ട് യു ഷുഡ് നോട്ട് മാരി ഡാർസി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എലിസബത്ത് റെഫ്യൂസസ് ലേഡി കാതറിൻ. എലിസബത്ത് ഭയങ്കര ബോൾഡ് ആയതുകൊണ്ട് തന്നെ ലേഡി കാതറിനെ റിഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല, ഞാൻ തന്നെ ഡാർസിനെ കല്യാണം കഴിക്കുന്നു ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ഷോയിങ് കറേജ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. ഡാർസി ഹിയേഴ്സ് അബൌട്ട് എലിസബത്ത് റിഫ്യൂസൽ ആൻഡ് ഫൈൻഡ്സ് ന്യൂ ഹോപ്പ് ദാറ്റ് ഷീ മേ കെയർ ഫോർ ഹിം. ഡാർസി ഇതിനെക്കുറിച്ച് അറിഞ്ഞു, ഇങ്ങനെ ആൻറ്റി ഇങ്ങനെ പറഞ്ഞതും എലിസബത്ത് അത് പറ്റില്ല എന്ന് പറഞ്ഞതൊക്കെ ഡാർസി അറിഞ്ഞു. അപ്പോൾ ഡാർസി എന്ത് മനസ്സിലാക്കി, ഇവൾ നല്ല പെണ്ണാണ്, ഇവൾ എന്നെ ഭാവിയിൽ കെയർ ചെയ്തോളും എന്ന് വിചാരിക്കുന്നുണ്ട്. ഡാർസി വിസിറ്റ് എലിസബത്ത് അഗൈൻ ആൻഡ് പ്രൊപ്പോസസ് എ സെക്കൻഡ് ടൈം ആൻഡ് ദിസ് ടൈം വിത്ത് ഹ്യൂമിലിറ്റി, റെസ്പെക്റ്റ് ആൻഡ് സിൻസിയർ ലവ്. പിന്നെ ഡാർസി വീണ്ടും എലിസബത്തിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് അവൻ ഒന്നുകൂടി പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവൻ കുറച്ചുകൂടി കൈൻഡായിട്ട്, ഹ്യൂമിലിറ്റിയോടുകൂടി, റെസ്പെക്റ്റോടുകൂടി, സിൻസിയർ ആയിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത്. എലിസബത്ത് അക്സെപ്റ്റ് ഹിസ് പ്രപ്പോസൽ ഹാവിങ് ഓവർകം ഹെർ എയർലി പ്രെജുഡിസ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിയലൈസിങ് ഡാർസീസ് ട്രൂ ക്യാരക്ടർ. അപ്പോൾ ഇത്തവണ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ എലിസബത്ത്. കാരണം അവൾക്ക് എല്ലാം മനസ്സിലായി, അവളുടെ പ്രെജുഡിസ് ഒക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടായിട്ടുണ്ട്. റിയലൈസിങ് ഡാർസീസ് ട്രൂ ക്യാരക്ടർ, ഡാർസിയുടെ ട്രൂ യഥാർത്ഥ ക്യാരക്ടർ ഷീ അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ക്യാരക്ടർ ഓഫ് ഡാർസി. സോ ഇവൻച്വലി ഷീ അക്സെപ്റ്റ് ദ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. ദ സ്റ്റോറി എൻഡ്സ് വിത്ത് ടു ജോയ്ഫുൾ മാരേജസ്. Jane and Bingley. Jane marries Bingley and settles near Netherfield, and Elizabeth marries Darcy and moves to Pemberley. ആ ഒരു വലിയ എസ്റ്റേറ്റിലേക്ക് അവർ പോയി. ബിഗിനിങ് എ ലൈഫ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലവ്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു നോവൽ. ഓക്കെ, സോ ഭയങ്കര ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള നോവൽസ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എലിസബത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചും അതുപോലെ തന്നെ ഡാർസിയുടെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനത് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ അവസാനത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി എന്താണ് ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ക്യാരക്ടർ സ്കെച്ച് ഓഫ് നമ്മുടെ ഡാർസിയുടെയും അതുപോലെ തന്നെ എലിസബത്ത് ബെന്നറ്റിൻ്റെയും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളത് വായിക്കുന്ന സമയത്തൊന്ന് നോക്കുക, ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഓക്കെ, ഇതിൻ്റെ ഒരു അനാലിസിസ് കൂടി നമുക്ക് നോക്കാം. Pride and Prejudice is a romantic social novel that mixes humor, realism and moral value. ഇത് എന്ത് നോവലാണ്? ഇറ്റ് ഈസ് എ സോഷ്യൽ നോവൽ, അത് മറക്കരുത് കേട്ടോ. നമ്മുടെ പ്രൈഡ് ആൻഡ് പ്രജുഡിസ് ഒരു സോഷ്യൽ നോവലാണ്, അതായത് സൊസൈറ്റിനെ കുറിച്ച് പറയുന്ന നോവലാണ്. ഓസ്റ്റൻ ഷോസ് ഹൗ ഫസ്റ്റ് ഇംപ്രഷൻ ക്യാൻ ബി മിസ്ലീഡിങ് ആസ് എലിസബത്ത് ആൻഡ് ഡാർസീസ് റിലേഷൻഷിപ്പ് പ്രൂവ്സ്. അതായത് ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നമ്മൾ ഒരിക്കലും ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്, കാരണം അത് മിസ്ലീഡ് ചെയ്യും, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും എന്ന് ഈ ഒരു കഥയിലൂടെ പുള്ളി പറയുന്നുണ്ട്. ദ നോവൽ എക്സ്പ്ലോർസ് തീംസ് ഓഫ് ലവ്, മാരേജ്, പ്രൈഡ്, പ്രെജുഡിസ്, ക്ലാസ് ആൻഡ് മൊറാലിറ്റി. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട തീമുകൾ എന്തൊക്കെയായിരുന്നു? ലവിനെ കുറിച്ച് പറയുന്നുണ്ട്, മാരേജിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രൈഡിനെ കുറിച്ച്, പ്രെജുഡീസിനെ കുറിച്ച്, ക്ലാസിനെ കുറിച്ച്, അതുപോലെ തന്നെ മൊറാലിറ്റിനെ കുറിച്ചൊക്കെ ഈ ഒരു നോവൽ പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ക്രിട്ടിസൈസസ് സോഷ്യൽ സിസ്റ്റം ദാറ്റ് ജഡ്ജ് പീപ്പിൾ ബൈ ക്ലാസ് ആൻഡ് വെൽത്ത്.
അതായത് ക്ലാസും വലിയവൻ ചെറിയവൻ എന്നുള്ള ആ ഒരു ക്ലാസ് ഡിസ്റ്റിങ്ഷനും അതുപോലെ തന്നെ വെൽത്തൊക്കെ നോക്കിയിട്ട് മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കൂടി വരുന്നുണ്ട്. ഇറ്റ് ക്രിട്ടിസൈസസ് ദ സോഷ്യൽ സിസ്റ്റം ദാറ്റ് ജഡ്ജസ് പീപ്പിൾ ബൈ ക്ലാസ് ആൻഡ് വെൽത്ത്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ആ ഒരു റൊമാൻറ്റിക് കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ് നോക്കിയിട്ട് അവൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ ഈ ഒരു നോവൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. ഓക്കെ, ഓസ്റ്റൻ യൂസ് ഐറണി ആൻഡ് വിറ്റ് ടു റിവീൽ ഹ്യൂമൻ വീക്ക്നെസ് ആൻഡ് ഹിപ്പോക്രസി. ഇതിൽ ഐറണിയും വിറ്റൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നു, ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്? മനുഷ്യൻ്റെ വീക്ക്നെസ്സും ഹിപ്പോക്രസിയും കപടത്വം ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഐറണിയും വിറ്റും യൂസ് ചെയ്യുന്നുണ്ട് ഓസ്റ്റൻ. ഓക്കെ, ഹെർ റൈറ്റിംഗ് സ്റ്റൈൽ ഈസ് clear, her writing style is clear, balanced and elegant, using dialogue and narration to show both character and emotion. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അതിൻ്റെ ഒരു ടെക്നിക്കുകളാണ്, അവരുടെ എഴുത്തിൻ്റെ ടെക്നിക്കുകളാണ്. ദ നോവൽ റിഫ്ലക്ട്സ് Austen's keen observation of everyday life and her realistic portrayal of women's struggle. ഓക്കെ, അപ്പോൾ ഇതിലൊരു എവറിഡേ ലൈഫിൻ്റെ കീൻ ഒബ്സർവേഷനാണ്. അതായത് ഈ ഒരു നോവലിലൂടെ നമ്മുടെ ഓസ്റ്റൻ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ പുള്ളി എന്താണ് കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത്? എവറിഡേ ലൈഫ്, നമ്മുടെ എന്താണ് അതിന് പറയാം, എവറിഡേ എല്ലാ ദിവസമുള്ള ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, എവറിഡേ ലൈഫിനെ കുറിച്ചാണ് പുള്ളി ഇതിൽ കൂടുതലായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവളുടെ ആ ഒരു ഒബ്സർവേഷനെയാണ് നമ്മൾ ഈ നോവലിലൂടെ കാണുന്നത്. ആൻഡ് ഹെർ റിയലിസ്റ്റിക് പോർട്രയൽ, അതിനെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചിത്രീകരിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. എന്തിനെ? വിമൻസിൻ്റെ സ്ട്രഗിളിനെ അവർക്ക് ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ചിത്രീകരിക്കാനും ഈ ഒരു നോവലിലൂടെ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദൗ എലിസബത്ത് ബെനറ്റ് ഓസ്റ്റൻസ് ത്രൂ എലിസബത്ത് ബെനറ്റ് Austen presents a strong, intelligent and independent woman who values love and respect in marriage, not just money or status. അപ്പോൾ എലിസബത്ത് ബെനറ്റിലൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കൂടി പുള്ളി കാണിച്ചു തരുന്നുണ്ട്. അവൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. അവൾ മാരേജിന് ലവ് മാത്രം നോക്കിയിട്ടാണ് അവൾ മാരേജിന് തയ്യാറാവുന്നത്, അല്ലാതെ മണിയും സ്റ്റാറ്റസും നോക്കിയിട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദ ടൈറ്റിൽ ഈസ് ഇറ്റ്സെൽഫ് reflect the main idea, Darcy's pride and Elizabeth's prejudice prevent them from understanding each other until they learn humility and self-awareness. നമുക്ക് ഈ ഒരു നോവൽ ത്രൂ ഔട്ട് പോകുന്ന സമയത്ത് ഈ രണ്ട് ക്യാരക്ടേഴ്സിനും രണ്ട് ഫ്ലോസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് തെറ്റുകളുണ്ട്. എന്തൊക്കെയാണ്? വീക്ക്നെസ് ഉണ്ട്. ഒരാൾക്ക് പ്രൈഡ്, ഒരാൾക്ക് പ്രജുഡീസ്. ഈ ഡാർസിയുടെ ആ ഒരു പ്രൈഡ് മാറിയിട്ട് അദ്ദേഹം അവസാനത്തിൽ ഭയങ്കര കൈൻഡ് ആവുന്നുണ്ട്. അതോടുകൂടി അയാൾ നന്നായി. ഈ നമ്മുടെ എലിസബത്തിൻ്റെ പ്രജുഡീസ് മാറിയിട്ട് അവൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ക്യാരക്ടറും ബെറ്ററായി. അപ്പോൾ ഇതാണ് ഈ ഒരു നോവലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട അലഗറി എന്ന് പറയില്ലേ, ഒരു ലെസൺ നമുക്ക് തരുന്നത് ഇതാണ്. നമ്മുടെ ഇത്തരം ബാഡ് ബിഹേവിയർ മാറ്റി വെക്കണം എന്നാണ് ഈ ഒരു നോവലിലൂടെ പ്രധാനമായിട്ട് പറയുന്നത്. ദ സ്റ്റോറി ഓൾസോ എക്സ്പോസസ് ദ ലിമിറ്റഡ് റോൾ ഓഫ് വുമൻസിൻ്റെ ലിമിറ്റഡ് റോൾ. ഒരു സൊസൈറ്റിയിൽ വുമൻസിന് വളരെ കുറച്ച് റോളേ ഉള്ളൂ എന്നും കൂടി ഈ ഒരു നോവൽ കാണിച്ചു തരുന്നുണ്ട്. അതായത് ചില ക്യാരക്ടേഴ്സൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജെയിനിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ജെയിന് നമ്മളെ ബിംഗ്ലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആൻറ്റി പറയുകയാണെങ്കിൽ നീ ലണ്ടനിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവനിട്ടിട്ട് പോയി. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഈ ഒരു ജെയിനിൻ്റെ ഐഡൻറ്റിറ്റി? ആ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ അത്രക്കും നിസ്സാരവൽക്കരിക്കുന്നുണ്ട് സ്ത്രീകളെ എന്നാണ് പറയുന്നത്. ഷോയിങ് ഹൗ മാരേജ് വാസ് ഓപ്പൺ ദെയർ ഓൺലി പാത്ത് ടു സെക്യൂരിറ്റി. അതായത് ഈ സ്ത്രീകൾക്ക് അവരുടെ ലൈഫ് സെക്യൂർ ആക്കാനുള്ള ഒരേ ഒരു വേ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വഴി മാരേജ് ആണ്. അപ്പോൾ അതൊക്കെ ഇതിൽ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു നോവലിൽ കാണിക്കുന്നുണ്ട്. ആര്? ജെയിൻ ഓസ്റ്റൻ. ഇതിൽ പ്രധാനപ്പെട്ട ദ തീം ഓഫ് ലവ് ഈസ് എക്സ്പ്ലോർഡ് ത്രൂ സെവറൽ കപ്പിൾസ്. ലവ് ഒരു പ്രധാനപ്പെട്ട തീമാണ്. ഈ കപ്പിൾസിലൂടെ നമുക്കത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദ മോറൽ മെസ്സേജ് ഈസ് ദാറ്റ് റിയൽ ലവ് ഗ്രോസ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഓവർകമ്മിങ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് മോറൽ ലെസൺ എന്താണ് ഇതിൽ പറയുന്നത്? അതായത് റിയൽ ലവ് നമുക്ക് ഉണ്ടാവുന്നത് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴും സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പ്രൈഡും പ്രെജുഡിസൊക്കെ ഒഴിവാക്കുമ്പോഴുമാണ് നമുക്ക് റിയൽ ലവ് ഉണ്ടാവുന്നത് എന്നാണ് ഇതിലെ മോറൽ മെസ്സേജ്. ഇൻ ടുഡേയ്സ് വേൾഡ് ദ നോവൽ റിമെയിൻസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ടീച്ചസ് വാല്യൂ ഓഫ് സെൽഫ് അവെയർനെസ്, റെസ്പെക്റ്റ് ആൻഡ് മോറൽ ഇൻറ്റഗ്രിറ്റി. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ നോവലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം
അത് സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചും റെസ്പെക്റ്റിനെ കുറിച്ചും മോറൽ ഇൻറ്റഗ്രിറ്റിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ കണ്ടിന്യൂസ് ടു ഇൻസ്പയർ റീഡേഴ്സ് ഫോർ ഇറ്റ്സ് സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ ആൻഡ് ഇറ്റ്സ് റിയലിസ്റ്റിക് എറ്റ് ഹോപ്പ്ഫുൾ വ്യൂ ഓഫ് ലൈഫ് ആൻഡ് ലവ് ആൻഡ് സൊസൈറ്റി. അതായത് ഇന്നും ഈ നോവലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടർ, എസ്പെഷ്യലി എലിസബത്ത് ബെനറ്റ്, അവർ കാരണവും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ലവിനെ ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ട് എനിക്കത് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ പല്ലിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട്. ലവ് ആൻഡ് സൊസൈറ്റി ഇതൊക്കെ കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നോവലിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നും വായിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട നോവലാണ്. സോ മസ്റ്റായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഇത് വരാനുള്ള ചാൻസ് 90% ആണ്. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഇതിൻ്റെ സമ്മറി പഠിക്കുക. അതിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനൊക്കെ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സിനൊന്നും മറക്കാതെ പഠിക്കുക. ഇതിന് ഷോർട്ട് ക്വസ്റ്റ്യനും വരാൻ ചാൻസ് ഉണ്ട്. പാരഗ്രാഫ് ക്വസ്റ്റ്യനോ എസ്സേ ക്വസ്റ്റ്യനോ മസ്റ്റായിട്ടുണ്ടാവും. ഒന്നുകിൽ എസ്സേ അല്ലെങ്കിൽ പാരഗ്രാഫ്. ഓക്കെ, ചിലപ്പോൾ രണ്ടും ചോദിച്ചേക്കാം. എസ്സേ ക്വസ്റ്റ്യന് ഒരു 90% ചാൻസ് ഉണ്ട് ഇതിന്. കാരണം ഒരൊറ്റ നോവലേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. നോവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ നോവലിൽ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മിക്കവാറും ഡിസ്കസ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ആസ് എ നോവൽ ഓഫ് ലവ് ആൻഡ് സോഷ്യൽ ക്രിറ്റിസിസം അങ്ങനെയൊക്കെ ആവാം. സോ പ്രിപ്പയർ ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ ഇതിലെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡാർസിയുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ എലിസബത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സിമ്പിളാണ്. നമുക്കിത് ഡിസ്കസ് ചെയ്യാം അടുത്ത റിവിഷൻ ക്ലാസ്സിൽ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. താങ്ക് യു സോ മച്ച്.